ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നീനൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ എല്ലാവരും തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ഒന്നാണല്ലോ മുട്ട വറുത്തത്. ഈ മുട്ട വറുത്തത് തന്നെ നല്ല വെറൈറ്റി ആയിട്ട് എങ്ങനെയെന്ന് ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ നമുക്കത് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ വെളുത്തുള്ളി, അതായത് ഒരു 3 കഷ്ണം വെളുത്തുള്ളിയും ചെറിയ ഇഞ്ചി കൂടി ചെറുതായി അരിഞ്ഞ് ഒന്ന് മൂപ്പിക്കാനായിട്ട് വെക്കുക. ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ, അതായത് ആ എണ്ണയിലേക്ക് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി ഒന്ന് എണ്ണയിലേക്ക് ഇതെല്ലാം പിടിച്ചു വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇത് ഞാനൊരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞിരിക്കുവാണ്. ഇനി ഒരു വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും. എന്നിട്ട് ഒരു പച്ചമുളക് കൂടെ നമുക്ക് നല്ല വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടി നമുക്ക് ഇതിനകത്ത് ചേർക്കാം. എല്ലാം ഞാനിവിടെ വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ഇതെല്ലാം 2 മുട്ടയുടെ അളവിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ എണ്ണം അനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഗരം മസാലപ്പൊടിയാണ്. അതുകൂടി ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ സാധാരണ നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മുളക് പൊടി അല്ലേ. അപ്പോൾ നമുക്ക് മുളക് പൊടി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതും ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിനകത്തേക്ക് പച്ചമുളകും കുരുമുളക് പൊടിയും എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് തീ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാത്തിനെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ മുട്ടയാണ്. ഇവിടെ 2 മുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് വെച്ചിരിക്കുവാണ്. ബീറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് പൊട്ടിച്ചതിന് കൂടെ ഇത്തിരി ഉപ്പ് കൂടി ഇട്ടെടുത്തിരിക്കുവാണ്. എന്നിട്ട് അതൊന്ന് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് വറുത്തെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ മുട്ടയ്ക്കുള്ള ഉപ്പാണ് അതിനകത്തേക്ക് ചേർത്തിരുന്നത്. പക്ഷേ ഞാൻ സവാള അതായത് വഴറ്റിയെടുത്തപ്പോഴേക്കും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഉപ്പ് മിസ്സിങ് ആയിട്ട് ഞാൻ അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പൊടിക്ക് കൂടി ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുവാണ്. മെയിനായിട്ട് നമ്മളിങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ മുട്ടയുടെ അവിടെ ഇവിടെയായിട്ട് നമുക്ക് ഉപ്പ് പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകിൽ മുട്ട പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക, അല്ലെന്നാണെങ്കിൽ നമ്മൾ ആ സവാള വഴറ്റുമ്പോൾ തന്നെ ഇത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മുട്ട ഇവിടെ റെഡിയായി. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഓയിലിൻ്റെ ഒരു മിസ്സിങ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഒരു ഇച്ചിരി കൂടി ഓയിൽ ഞാൻ ഇതിനകത്തേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓയിൽ ഇത്രയും വേണ്ടാത്തവരാണെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്ക് ഓയിൽ ഇഷ്ടമാണ്. പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഓയിലാകുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുട്ട ചിക്കി വറുത്തത് സ്പെഷ്യലായിട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. എപ്പോഴും നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്നവരൊന്ന് വെറൈറ്റി ആയിട്ടൊന്ന് പരീക്ഷിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. ഇനി എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു.